ആണ്. അപ്പോൾ ഞാൻ ഈ തീയൽ ചെയ്തിട്ടുള്ളത് സാധാരണ ഉള്ളിത്തീയലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ളിയുടെ കൂടെ ചേന കൂടി ചേർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചേന മാത്രമായിട്ട് ഈ ഒരു തീയൽ ചെയ്യാം, അതുപോലെ ഉള്ളി മാത്രമായിട്ട് വേണമെങ്കിലും ഈ ഒരു തീയൽ ചെയ്യാവുന്നതാണ്. ഈ ഒരു മസാലക്കൂട്ട് അല്ലെങ്കിൽ അരപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേറെയും വെജിറ്റബിൾസും ഉപയോഗിച്ചിട്ട് തീയൽ ചെയ്യാവുന്നതാണ്. വഴുതനങ്ങ, വെണ്ടക്ക, കടച്ചക്ക ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു തീയൽ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് എളുപ്പത്തിൽ ഈ ഒരു തീയൽ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. തീയൽ റെഡിയാക്കാൻ വേണ്ടി 1 കപ്പ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 30-35 അല്ലി ചെറിയുള്ളി ഉണ്ട്, മീഡിയം സൈസാണ്. ഒരു ചെറിയ കഷ്ണം ചേന ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് കനത്തിൽ അരിഞ്ഞെടുക്കരുത്, കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കാം. 1.5 കപ്പ് ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഫ്രഷ് കോക്കനട്ട് തന്നെ എടുക്കുന്നതാണ് നല്ലത്. ഫ്രഷ് കോക്കനട്ട് ഇല്ലാത്തവർക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. തീയലിൻ്റെ മിക്സ് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി നല്ല കട്ടിയുള്ള പാത്രം എടുക്കുക. ചുവട് നല്ലതുപോലെ കട്ടിയുള്ള പാത്രമാണ് എടുക്കേണ്ടത്. അതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 3-4 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞിടണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു തേങ്ങ നല്ലതുപോലെ വറുത്ത് വരണം. തീയലായതുകൊണ്ട് തന്നെ നമ്മൾ നല്ലപോലെ തേങ്ങ വറുത്ത് വന്നാലാണ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറക്കുക. ഏറ്റവും ഹൈ ഫ്ലെയിമിൽ വെച്ച് വറുത്താൽ തേങ്ങ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയ തേങ്ങയുടെ ഭാഗങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അത് കളർ മാറി വരും. കുറച്ച് വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കളർ മാറി വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണിത്. ഒരു 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വറുത്ത് കഴിയുമ്പോഴേക്കും തേങ്ങ ഒന്ന് ചെറുതായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു 4 മുളക് ചേർക്കുന്നുണ്ട്, വറ്റൽ മുളകാണ്. ഇതിൻ്റെ കൂടെ കശ്മീരി മുളകുള്ളവർ ഒരു 4 കശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ കശ്മീരി മുളകിന് പകരം കശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുക. തേങ്ങ അത്യാവശ്യം ഒന്ന് വറുത്ത് വന്നിട്ട് വേണം ഇതെല്ലാം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. കളറിന് വേണ്ടി മാത്രമാണ്. എരിവിന് നമ്മൾ ഓൾറെഡി മുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടി 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. നിങ്ങളടുത്തുള്ള ഏതെങ്കിലും ഒരു മസാല ചേർക്കാം കേട്ടോ. മീറ്റ് മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ഒക്കെ ഒരു വളരെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. തീ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു പൊടികൾ കരിഞ്ഞു പോയാലും തേങ്ങ കരിഞ്ഞു പോയാലും ഈ ഒരു മിക്സിന് കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കിയിട്ട് മാത്രം ചെയ്യുക. നന്നായി ആറിയതിന് ശേഷം മാത്രമാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ഒരുപാട് വെള്ളം ചേർക്കാതെ ഒരു 2 ടീസ്പൂൺ വെള്ളം മാത്രം ചേർത്ത് അരച്ചെടുക്കാം. തീയൽ റെഡിയാക്കാനുള്ള പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകാണ് ചേർക്കുന്നത്. ഒരു 2 പച്ചമുളക് നെടുവേ കീറിയത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഉള്ളിയും ചേർത്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 30 അല്ലി ഉള്ളിയുണ്ട്, അല്ലെങ്കിൽ 1 കപ്പ് ഉള്ളി എടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ തന്നെ 1 കപ്പ് ചേനയും ഇത് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു വെളിച്ചെണ്ണയിൽ കിടന്ന് ചേനയും ആ ഒരു ഉള്ളിയും നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതൊന്ന് 10 മിനിറ്റ് ഒന്ന് ഏറ്റവും ചെറിയ തീയിലൊന്ന് അടച്ചു വെച്ചാൽ ഈ ഒരു ചേനയും ഉള്ളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു ചേനയിലേക്ക് വെള്ളം ഒഴിച്ച് വേവിക്കാതെ അടച്ച് വെച്ചിട്ട് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഒരു 10 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെക്കുമ്പോഴേക്കും ഈ ഒരു ചേനയും ഉള്ളിയും നന്നായി വെന്ത് വഴണ്ട് വന്നിട്ടുണ്ടാവും. ഒരു 80% ആ ഒരു സമയത്ത് വെന്തിട്ടുണ്ടാവും. 10 മിനിറ്റിന് ശേഷം ഈ ഒരു ഉള്ളിയും ചേനയും നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. എന്നാലും ബാക്കിയുള്ള കുറച്ചുകൂടി വേവ് ബാക്കിയുണ്ട്. അത് പുളിവെള്ളത്തിലാണ് വേവേണ്ടത്. അപ്പോഴാണ് ആ ഒരു ചേനയുടെ ആ ഒരു ചൊറിച്ചിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. അതുപോലെ ഉള്ളിയുടെ ആ ഒരു ടേസ്റ്റും മാറിക്കിട്ടും. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഒരു 10 മിനിറ്റ് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക. കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ നല്ലതായിരിക്കും. ഇളം ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ. ഇനി അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം പിഴിഞ്ഞെടുക്കുക.
ഇതിലേക്ക് ഏകദേശം ഒരു കപ്പ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഉള്ളിയും ചേനയും നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക. അരയ്ക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കരുത്. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കണം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ആക്കുക. ആ ഒരു പുളിയും ഉപ്പും എല്ലാം അതിലേക്ക് പിടിക്കണം. അതുപോലെ കുറച്ച് ചൂടും ആ ഒരു അരപ്പിലേക്ക് കയറി അരപ്പിൻ്റെ ഒരു കുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടണം. നല്ലതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ചാറ് വേണ്ടത് അല്ലെങ്കിൽ ഒരു അരപ്പ് വേണ്ടത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തീയലിന് പൊതുവെ അരപ്പ് കൂടുതലായിരിക്കും കഷ്ണങ്ങളെക്കാട്ടിലും. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി അതിലേക്ക് നല്ലപോലെ ചൂട് കയറ്റിയെടുക്കണം. ഒരുപാടിട്ട് തിളപ്പിക്കരുത്. എന്നാൽ ഒരു തിള വരുന്ന സമയത്താണ് ഇതിലേക്ക് താളിച്ച് ഒഴിക്കേണ്ടത് അല്ലെങ്കിൽ വറുത്തിടേണ്ടത്. ഈ ഒരു സമയത്ത് ഉപ്പോ പുളിയോ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി പുളി വേണമെന്നുള്ളവർക്ക് പുളിവെള്ളം കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തീയൽ നല്ലതുപോലെ ചൂടായി അതിൽ നിന്ന് ആ ഒരു എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞ് വരുന്ന ഒരു സമയം ഉണ്ടാവും. ഏകദേശം ഒരു 2-3 മിനിറ്റിന് ശേഷം ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ 1/2 ടീസ്പൂൺ കടുക്, 2-3 വറ്റൽമുളക്, കറിവേപ്പില ചേർത്തിട്ടൊന്ന് വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം. ഇനി ചിലവർക്ക് ഈ ഒരു തീയലിന് ടേസ്റ്റ് ബാലൻസിങ്ങിന് വേണ്ടി ചെറിയൊരു മധുരം ഇഷ്ടമുണ്ടാവും. അങ്ങനെയുള്ളവർ മാത്രം ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. തീയൽ കുറച്ച് നേരം വെച്ചിട്ട് മാത്രം എടുത്ത് സെർവ് ചെയ്യുക. എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരു തീയൽ ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഏതൊരു വെജിറ്റബിൾ വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇടയ്ക്ക് ചെമ്മീൻ വെച്ചിട്ട് ചെയ്യാറുണ്ട്. ചെമ്മീൻ വെച്ച് ചെയ്യുന്ന സമയത്ത് വാളംപുളിക്ക് പകരം കൊടുംപുളിയാണ് ഉപയോഗിക്കുന്നത്. അത് മാത്രമാണ് വ്യത്യാസമായിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്